ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AD അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വേലയില്ല പട്ടധാരി 2വിനെ കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോവാം. ധനുഷിനെ നായകനാക്കി സൗന്ദര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത് 2017 പുറത്തിറങ്ങിയ സിനിമയാണ് വേലയില്ല പട്ടധാരി 2. വേൽരാജിൻ്റെ സംവിധാനത്തിൽ ധനുഷ് നായകനായി 2014 പുറത്തിറങ്ങിയ വേലയില്ല പട്ടധാരി സിനിമയുടെ സ്വീക്കലായിട്ടാണ് 2017 വേലയില്ല പട്ടധാരി 2 റിലീസായത്. ധനുഷ് എന്ന നടൻ്റെ കരിയർ ബെസ്റ്റ് സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരൊറ്റ സിനിമയെ പറയുള്ളൂ, VIP വേലയില്ല പട്ടധാരി. അതിനെ ബീറ്റ് ചെയ്യുന്ന ഒരു ധനുഷ് സിനിമയും പിന്നീട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സോങ്ങിന് സോങ്, BGMന് BGM, മാസിന് മാസ്, ക്ലാസ്സിന് ക്ലാസ് എല്ലാം കൂടി മിക്സായ ഒന്നൊന്നര സിനിമ തന്നെയായിരുന്നു VIP ഫസ്റ്റ്. അങ്ങനെ VIP ഫസ്റ്റ് റിലീസായി 2 വർഷങ്ങൾക്ക് ശേഷം VIP 2 അനൗൺസ് ചെയ്തു. അനൗൺസ്മെൻറ്റ് തൊട്ട് VIP 2വിന് കിട്ടിയ ഹൈപ്പ് ചെറുതൊന്നും ആയിരുന്നില്ല. അതിന് ഏറ്റവും വലിയ റീസൺ VIP ഫസ്റ്റ് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് തന്നെയായിരുന്നു. പിന്നെ VIP 2വിൽ ധനുഷിൻ്റെ എതിരാളിയായി വന്നിരുന്നത് ഹിന്ദിയിലെ കാജോളായിരുന്നു. അതും കൂടി വന്നതോടെ പടത്തിന് ഹൈപ്പ് ഡബിളായി. അങ്ങനെ 2017 ഓഗസ്റ്റ് 11 VIP 2 റിലീസായി. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് VIP 2വിന് ഫുൾ ആൻഡ് ഫുൾ മിക്സഡ് റിവ്യൂസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിനി അനാലിസിസിലേക്ക് കടക്കാം. വേലയില്ല പട്ടധാരി 2 എന്നൊരു സിനിമ മിക്സഡ് റിവ്യൂസ് വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഒരു തട്ടിക്കൂട്ട് സ്ക്രിപ്റ്റ് എന്ന് തന്നെ നമുക്ക് VIP 2വിനെ പറയാൻ സാധിക്കും. അനാവശ്യമായി ഒരു സീക്വൽ എടുത്ത് നശിപ്പിച്ചു. VIP ഫസ്റ്റിനോട് ഒട്ടും നീതി പുലർത്താണ്ട് പോയ ഒരു സിനിമ തന്നെയാണ് VIP 2 എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. VIP 2വിൻ്റെ മെയിൻ നെഗറ്റീവ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് തന്നെയാണ്. ക്ലീഷേഡ് ആയിട്ടുള്ള ഒരു തൊട്ടി സ്ക്രിപ്റ്റായിരുന്നു VIP 2വിൻ്റെത്. VIP ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ രഘുവരൻ എന്ന ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിൻ്റെ ലൈഫാണ് കാണിക്കുന്നത്. അതും പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സിനിമയിൽ മൊത്തം കാണിച്ചിട്ടുള്ളത്. എന്നാൽ VIP 2വിലേക്ക് വരുമ്പോൾ രഘുവരൻ എന്ന ആ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിനെ, VIP ഫസ്റ്റിലുള്ള ആ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിനെ നമുക്കൊക്കെ കാണാൻ സാധിക്കുന്നില്ല. ആ ഒരു ക്യാരക്ടറിനെ തന്നെ അങ്ങ് ഇല്ലാണ്ടാക്കിയ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. VIP ഫസ്റ്റ് വേൽരാജ് റിയലിസ്റ്റിക് ആയിട്ട് എടുത്തപ്പോൾ VIP 2 സൗന്ദര്യ രജനീകാന്ത് ആർട്ടിഫിഷ്യലായിട്ട് എടുത്തു. അതാണ് ശരിക്കും സംഭവിച്ചത്. VIP 2വിൽ എനിക്ക് പേഴ്സണലി ഗുഡ് തിങ്സ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ, കോമഡി സീൻസ് കൊള്ളായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ചെറിയ മാസീനുകളും നൈസായിരുന്നു. VIP 2 എന്ന സിനിമയെ ഏറ്റവും വലിയ രീതിയിൽ ബാധിച്ചത് മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അനിരുദ്ധ് ഇല്ലാത്തതിൻ്റെ എല്ലാ കുറവും VIP 2വിൽ നമുക്കൊക്കെ കാണാൻ സാധിച്ചിരുന്നു. VIP 2വിൻ്റെ മ്യൂസിക് ചെയ്തത് സീൻ റോൾഡൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു. VIP ഫസ്റ്റിൻ്റെ അടുത്ത് പോലും വെക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയ്ക്ക് മോശമായിട്ടുള്ള BGMs സോങ്സും ആയിരുന്നു VIP 2വിൽ ഫുൾ ആൻഡ് ഫുൾ ഉണ്ടായിരുന്നത്. ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. VIP ഫസ്റ്റിൽ അനിരുദ്ധ് ചെയ്തു വെച്ച BGMs സോങ്സും അതൊക്കെ ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നും ആയിരുന്നില്ല. അത്രയ്ക്കും അടിപൊളി സോങ്സും BGMസും ആയിരുന്നു VIP ഫസ്റ്റിൽ ഉണ്ടായിരുന്നത്. VIP ഫസ്റ്റിൽ ജോലിയൊന്നുമില്ലാത്ത രഘുവരനെ കാണിക്കുന്നുണ്ട്. VIP 2വിലും ജോലിയെല്ലാം നഷ്ടപ്പെട്ട് ആ പഴയ VIP ഫസ്റ്റിലുള്ള അതേ ക്യാരക്ടറായിട്ട് ധനുഷ് വരുന്നൊരു സീനുണ്ട്. ബട്ട് ഒരിക്കലും VIP ഫസ്റ്റിൽ കിട്ടിയ ആ ഒരു ക്യാരക്ടർ ഇമ്പാക്റ്റ് VIP 2വിൽ എനിക്ക് പേഴ്സണലി കിട്ടിയില്ല. എന്താ പറയുക, ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. VIP ഫസ്റ്റിൽ മാസ് ആയിക്കോട്ടെ ക്ലാസ് ആയിക്കോട്ടെ എല്ലാം പക്ക ബാലൻസ്ഡ് ആയിട്ട് ഈക്വലായിട്ട് അത്രയ്ക്ക് അടിപൊളിയായിട്ടായിരുന്നു കൊണ്ടുപോയിരുന്നത്. എന്നാൽ VIP 2വിലേക്ക് വരുമ്പോൾ മാസും ക്ലാസും എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. ഒട്ടും ഇമ്പാക്റ്റ് വരാത്ത പരിപാടീസ് ആയിരുന്നു ചെയ്തു വെച്ചത്. സിനിമയിലെ അമലാപോളിൻ്റെ ക്യാരക്ടറെല്ലാം നൈസായിരുന്നു. അമലാപോളും ധനുഷും തമ്മിലുള്ള റൊമാൻറ്റിക് സീൻസും കോമഡി സീൻസും എല്ലാം പേഴ്സണലി എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ടായി. ഇനി ധനുഷിൻ്റെ അച്ഛൻ ക്യാരക്ടറായിട്ടുള്ള സമുദ്രക്കനിയെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിലൊക്കെ പുള്ളി വേറെ ലെവല് പെർഫോമൻസ് ആയിരുന്നു. എന്നാൽ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് ഒന്നും തീരെ പോരാ. പുള്ളീനെയൊക്കെ ഒരുമാതിരി കോമഡി ക്യാരക്ടറിനെ പോലെയാണ് കാണിച്ചിട്ടുള്ളത്. എനിക്കൊന്നും ഒട്ടും അത് കണക്റ്റ് ആയില്ല. സിനിമയിലെ ഏറ്റവും വലിയ നെഗറ്റീവിൽ ഒന്ന് തന്നെയാണ് വില്ലത്തിയായിട്ടുള്ള കാജോൾ. കാജോളിൻ്റെ ക്യാരക്ടറിനെ സ്റ്റാർട്ടിങ്ങിൽ വളരെ ബോൾഡായി വളരെ മാസൊക്കെ കൊടുത്ത് അമ്മാതിരി ഹൈപ്പ് കയറ്റി ബിൽഡ് ചെയ്ത് വെച്ചൊരു ക്യാരക്ടർ ആയിരുന്നു. എന്നാൽ സിനിമ അങ്ങ് പോകെ പോകെ കാജോളിൻ്റെ ക്യാരക്ടർ ഒരുമാതിരി കോമാളി ക്യാരക്ടറായിട്ടാണ് പിന്നീട് അങ്ങോട്ട് മാറിയത്. അതുതന്നെയാണ് സിനിമയെ ബാധിച്ച ഏറ്റവും വലിയ നെഗറ്റീവിലൊന്ന്. VIP ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും വില്ലനൊക്കെ തീയായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടാക്കിയ ആ ഒരു വില്ലനിസൊന്നും VIP 2വിൽ കാണാനില്ലായിരുന്നു. ഇതിൽ പിന്നെ വില്ലത്തി ആയതുകൊണ്ടായിരിക്കാം. പ്രശ്നം പറ്റിയത് വേറൊന്നുമല്ല, കാജോളിന് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത ആ ഒരു ബിൽഡപ്പിനും മാസിനും ഒത്ത് ആ ഒരു ക്യാരക്ടറിനെ സിനിമയിൽ മുഴുവനായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല.
അവിടെയാണ് കയ്യിൽ നിന്നെല്ലാം പോയത്. VIP ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് എപ്പോഴും രഘുവരൻ എന്ന് പറയുന്ന ആ ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റിന് തന്നെയായിരുന്നു, ഇല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ലൈഫിന് തന്നെയായിരുന്നു. എന്നാൽ VIP 2 വരുമ്പോൾ രഘുവരൻ എന്ന ആ ഒരു ക്യാരക്ടറിനെ മൊത്തത്തിലങ്ങ് അടിയിലാക്കി. മെയിനായിട്ട് കാണിക്കുന്നത് കാജോളിനെയാണ്. കാജോൾ മാസ് ഡയലോഗ് അടിക്കുമ്പോൾ ധനുഷ് എന്തോ പോയ അണ്ണാനെ പോലെ നിൽക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. രഘുവരൻ എന്ന ആ ഒരു ക്യാരക്ടറിനെ ഇല്ലാണ്ടാക്കി കളഞ്ഞൊരു സിനിമ എന്നാണ് എനിക്ക് VIP 2 കണ്ടപ്പോൾ തോന്നിയത്. VIP ഫസ്റ്റിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്സിൽ ഒന്നായിരുന്നു ഇമോഷണൽ കണക്ഷൻ. ധനുഷും അമ്മയുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ അതൊരു സംഭവം തന്നെയായിരുന്നു. ധനുഷും അമ്മയും തമ്മിലുള്ള കോമഡി സീൻസ്, അമ്മ മരിച്ചതിന് ശേഷമുള്ള ധനുഷിൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, അമ്മ അമ്മ എന്ന് പറയുന്ന ആ ഒരു സോങ് ആയിക്കോട്ടെ, അതൊക്കെ തന്നെയായിരുന്നു VIP ഫസ്റ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് തിങ്സ് എന്ന് പറയുന്നത്. അത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിരുന്നു അമ്മ എന്ന ക്യാരക്ടറിന് VIP ഫസ്റ്റിൽ കൊടുത്തത്. എന്നാൽ VIP 2 വരുമ്പോഴും അമ്മ ക്യാരക്ടറിൻ്റെ ഇമോഷണൽ സീൻസ് ആയിക്കോട്ടെ എല്ലാം വരുന്നുണ്ട്. എന്നാൽ അമ്മ എന്ന ആ ഒരു ക്യാരക്ടറിനുള്ള ഇമ്പോർട്ടൻസ് VIP 2 കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ ഫസ്റ്റിൽ അത്രയ്ക്ക് ഇമോഷണലായി കാണിച്ചപ്പോൾ സെക്കൻഡ് പാർട്ടിൽ കാണിച്ചിരിക്കുന്നത് കോമഡി ആയിട്ടാണ്. ആ ഒരു ഇമോഷണൽ കണക്ഷനുള്ള ക്യാരക്ടറിനെ VIP 2 കൊണ്ടുവന്ന് കോമഡി രീതിയിൽ കാണിച്ചത് ശരിക്കും ബോറ് പരിപാടിയായിപ്പോയി. VIP 2 ഫൈറ്റ് സീൻസ് നോക്കിയാലും ആവറേജ് ലെവൽ ഫൈറ്റാണ്, കുറച്ച് ഓവർ ഫൈറ്റാന്ന് വേണമെങ്കിലും പറയാം. ധനുഷിൻ്റെ മെയിനായിട്ടുള്ള ബ്രൂസ്ലി കിക്ക് ഉണ്ടെന്നുള്ളത് മാത്രമാണ് ആകെയുള്ള ഒരാശ്വാസം. VIP ഫസ്റ്റിലെ ഫൈറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പക്ക റിയലിസ്റ്റിക് സംഭവമാണ്. VIP 2 വരുമ്പോൾ കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. അതുപോലെ ക്ലൈമാക്സ്, സ്റ്റാർട്ടിങ് ഒരു കഥയും ക്ലൈമാക്സിൽ വേറെ ഏതോ ഒരു കഥയിൽ പോയി അവസാനിച്ച പോലെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഒട്ടും ലോജിക്കില്ലാത്ത രീതിയിലുള്ളൊരു ക്ലൈമാക്സ് ആയിട്ടാണ് VIP 2 ക്ലൈമാക്സ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമയിൽ ധനുഷിന് പെർഫോം ചെയ്യാൻ തന്നെ സ്പേസ് ഇല്ലാത്ത ഒരു അലമ്പ് ക്യാരക്ടർ ആക്കി കളഞ്ഞു. സ്പേസ് ഉണ്ടായിരുന്നത് കാജോളിനും ആയിരുന്നു, എന്നാൽ പോകെ പോകെ കാജോളിനെ പതുക്കെ പതുക്കെ കോമാളി ആക്കി കളഞ്ഞു. സത്യം പറഞ്ഞാൽ VIP ഫസ്റ്റ് പാർട്ടിൻ്റെ വില കളഞ്ഞൊരു സിനിമ അതുതന്നെയാണ് VIP 2. എന്തായാലും VIP 2 മിക്സഡ് റെസ്പോൺസ് വന്നതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. നല്ലൊരു സിനിമയുടെ സീക്വൽ ഇറക്കി വെറുപ്പിച്ചു, അത്ര തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് VIP 2 കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.